വിഷ്ണുവാണ്, റിലാക്സോസിന്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ബിസിനസ് പ്ലാനിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പോണേ. അതായത് എന്താണ് എന്റെ മാസ്റ്റർ പ്ലാൻ, എന്താണ് എന്റെ കിങ്ഡം മേക്കിംഗ് എങ്ങനെയാണ്, അതായത് റിലാക്സോസ് എന്നുള്ള ഒരു സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുത്താൻ പോണേ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വേറൊന്നുമല്ല, നമ്മളിപ്പോ എല്ലാം നിൽക്കുന്നത്, ഇപ്പൊ കേരളത്തിലെല്ലാം പുതിയ ലിസ്റ്റ് വന്ന 58% ക്യാൻസർ എല്ലാം കൂടിയിരിക്കുന്നു 10 വർഷം കൊണ്ട്. ഞാൻ എന്റെ വീഡിയോസ് എല്ലാം കുറെ മാസങ്ങൾ മുമ്പുള്ള കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഈ 10 വർഷം തന്നെ ഞാൻ പറഞ്ഞു, 2015 മുതലാണ് ആ ഒരു ബയോളജിക്കൽ വാർ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2015 അല്ലെങ്കിൽ 18 ഈ പറയുന്ന സമയത്തൊക്കെയാണ് റേഡിയേഷൻ എല്ലാം ഹൈലി അവർ MTP കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലോറിൻ ഫ്ലൂറൈഡ് അടങ്ങിയ വെള്ളമെല്ലാം നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്. പ്രാണവായുലെല്ലാം ഹെവി മെറ്റൽസ് അവർ മിക്സ് ചെയ്യിപ്പിച്ചു, ഈ പറയുന്ന അംബാനി അദാനിയൊക്കെ വെച്ചിട്ട്, ഡമ്മീസിനെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഈ മിഡികളായ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഈ മെഡിക്കൽ ബുക്ക് മാത്രം പഠിച്ചിരിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും വാക്സിൻ അല്ലെ, കുറെ വാക്സിൻ എല്ലാം കുത്തിക്കയറ്റി, കൊറോണ ഒക്കെ പറഞ്ഞ് വാക്സിൻ കുത്തിക്കയറ്റി, അതെല്ലാം ക്യാൻസറിനെ നല്ല രീതിയിൽ എൻഹാൻസ് ആക്കുന്ന സ്റ്റഡീസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓൾറെഡി അറിയാം, കാരണം ഞാൻ പറഞ്ഞില്ലേ എന്നെ എത്തിക്കും അതിലേക്ക്. അപ്പോൾ റിലാക്സോന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. അതായത് യങ്സ്റ്റേഴ്സ്, എനിക്ക് അവരെ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു യങ്സ്റ്റർ ആയതുകൊണ്ടും അവരുടെ ഒരു മാനസിക സംഘർഷം എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ ഈ പറയുന്ന 5 വർഷം 6 വർഷം ആയെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നുള്ള നല്ല പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ അച്ഛനൊന്നും എന്നോട് സംസാരിക്കാറില്ല. എന്റെ അച്ഛനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ഫെയിലർ ആയിട്ടുള്ള മകനാണ്. അതായത് എന്തോ കാടും മേടെല്ലാം വെച്ച് കിടക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഭാവിയിൽ ഇനി വരാൻ പോകുന്ന വർഷമല്ല ഒരു റോൾസ് റോയ്സിലും ഈ പറയുന്ന രാജകീയമായ ഒരു ജീവിതം ജീവിക്കേണ്ട ഒരു അച്ഛനാണ് അതെന്ന്. പക്ഷെ അതൊക്കെ ഭാവിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ യങ്സ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ആരും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതായത് അവരെ നശിപ്പിക്കാനുള്ള ശ്രമം ഫുൾ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യും, ആ ഒരു പാല് കർഷകൻ ഇതുപോലെ പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും, ഈ വിഷം അടങ്ങിയ പാല് മേടിച്ച് കുടിക്കും. അതായത് ജെനറ്റിക്കലി ഫോം ചെയ്ത പാല് മേടിച്ച് കുടിക്കും, കെമിക്കൽ ഫോം ചെയ്ത പാല് മേടിച്ച് കുടിക്കും. അപ്പൊ എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അതായത് എനിക്ക് ഈ ഫുഡിനെ കുറിച്ചും ഈ ശരീരത്തിനെ കുറിച്ചും സമസ്ത പ്രപഞ്ചത്തെ കുറിച്ചും എല്ലാം ഞാനുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണ് ഈ ബയോളജിക്കൽ വാർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള നല്ല നോളജ് എനിക്കുണ്ട്. അപ്പൊ പക്ഷേ എന്റെ ഈ കൈ കൊണ്ട് പോലും എന്റെ കുഞ്ഞിന് ഞാൻ മുട്ടയാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരിക്കലും അത് മുട്ടയല്ല, അതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിന് 2 വയസ്സുള്ള എന്റെ കുഞ്ഞിന് ഞാൻ വാരി കൊടുക്കുമ്പോൾ എന്റെ ഹാർട്ട് പെയിൻ, അതോടൊപ്പം എന്റെ കുഞ്ഞിന്റെ പല്ല് നോക്കും. അതായത് ഈ പല്ലെല്ലാം ദ്രവിച്ചു പോയി, അവന്റെ ഇന്റേണൽ ഓർഗൻസ് ഒപ്പം അടിയിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂ ആണ് ആ ഒരു പല്ല്. അപ്പൊ അത് നശിച്ചു പോകണം. അപ്പൊ ഇതെന്റെ കാണുമ്പോഴുള്ള അവസ്ഥ. പിന്നെ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പൊട്ട ഗ്ലാസ്, കണ്ണടയെല്ലാം വന്നു, കുഞ്ഞുങ്ങളെല്ലാം കണ്ണട വെച്ചാൽ നടക്കുക. അതോടൊപ്പം തന്നെ അവരുടെ മുടി ഒഴിച്ചു പോകുന്നു, അവർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കിടക്കുന്നു. ഇതെല്ലാം ഭാവിയിൽ നശിക്കും. കാരണം ശരീരം എന്ന് പറയുന്നത് ഒരു റോൾസ് റോയ്സ് കാർ ആണെങ്കിൽ നമ്മൾ ആ ഒരു പെട്രോൾ പമ്പിലേക്ക് അല്ലെങ്കിൽ പെട്രോളിലേക്ക് ഡീസൽ കുറച്ച് വെച്ചാൽ അത് കംപ്ലൈന്റ് ആയിപ്പോ. ഹെലികോപ്റ്റർ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എല്ലാം ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് നശിച്ചു. പക്ഷെ ഈ ഒരു ശരീരം അങ്ങനെയല്ല, മാക്സിമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ഏറ്റവും അവസാനമായിരിക്കും ഈ പറയുന്ന ഫെയിലിയേഴ്സ്, അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫെയിലിയേഴ്സ് വരുന്നത്. അപ്പോൾ അതൊരു കോളായിട്ട് ഈ പറയുന്ന മെഡിക്കൽ കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ പറയുന്ന 30 ലക്ഷം 50 ലക്ഷം അല്ല, അപ്പൊ അവർക്ക് കോളാണ് അല്ലെ, ഓർഗൻ കടത്തലും ഈ പറയുന്ന. അപ്പൊ ഇതെല്ലാം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഇതെല്ലാം പൊളിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സംരക്ഷണം, അത് റിലാക്സോസിന്റെ ഉത്തരവാദിത്തമാണ്.